നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് പലരും പല സ്ഥലത്തും വന്നിരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ നിന്ന് വന്നിരിക്കുന്നു, തൃശ്ശൂര്, മറ്റ് ദുബായിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നത്. പലരും പല സ്ഥലത്തും വന്നിരിക്കുന്നത് ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണല്ലോ. ആ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ചെയ്ത കാര്യങ്ങൾക്ക് എന്തിനാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് തോന്നുന്നു. അടുത്ത ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്ന് തോന്നുന്നു. ഇത് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ നമ്മുടെ സാധാരണ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനുള്ള റിസോഴ്സസ് അങ്ങനെ പലതും ഇല്ല എന്നുള്ള ചിന്തയാണ് എപ്പോഴും മുന്നിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്കുള്ള റിസോഴ്സ് ആദ്യം ശരിയായിട്ട് തരികയായിരുന്നു ഗെയിമിൽ. രണ്ട് തവണയും ഇപ്പോൾ ആദ്യം കാർബോട്ട് വീശാണെങ്കിൽ രണ്ടാമത് ഇടയ്ക്കിട്ടാണെങ്കിൽ റിസോഴ്സ് നമ്മളെ കിട്ടി. പക്ഷെ അതെങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിയാതെ വയ്യാത്തതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ആദ്യത്തെ തവണ റിസോഴ്സിൻ്റെ ഒരു ശരിയായ രീതിയിൽ പ്രയോഗിക്കാം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ ഭാഗത്തുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും മറ്റുള്ളവരുടെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നമ്മുടെ ഇങ്ങോട്ട് സ്വീകരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് സ്റ്റൈലിൽ നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് ആദ്യത്തെ ഗെയിമിൽ നിന്ന് മനസ്സിലാവും. രണ്ടാമത്തെ മനസ്സിലായത് അതിൻ്റെ ഒരു നമ്മൾ പ്ലാനിങ്ങിന് കൊടുക്കേണ്ട പ്രാധാന്യം. അതായത് സമയം നമ്മളൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ പലർക്കും ആഗ്രഹം, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന്. പക്ഷെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ സമയത്താണെങ്കിൽ പോലും വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഗെയിമിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളവർ ഇവിടെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഏതൊരു കാര്യമാണ് ടീം വർക്ക് ഉണ്ടെങ്കിൽ അതിനൊരു ലീഡർഷിപ്പ് എന്നുള്ളൊരു കാര്യം വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പിലൊരു 10-15 ആൾക്കാരുണ്ടാവും, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ട്. എല്ലാവരും ഒരു പ്രൊജക്റ്റിന് മീതെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ. പക്ഷെ അതിനനുസരിച്ച് ഒരാൾ അവിടെ ഒരു ലീഡർഷിപ്പ് എടുത്ത് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ടത് വെച്ച് മടങ്ങല്ലി നാരായണനായിരുന്നു അവിടെ ലീഡർഷിപ്പ് എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെയുള്ള കാര്യങ്ങൾ നടന്നത്. ഇവിടെ ജയകുമാർ. അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രത്യേക ഐഡിയ എടുത്ത് അതിനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്പൂതിരി ഗ്രൂപ്പിലായാലും ശരി അങ്ങനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ലീഡർഷിപ്പ് അതിന് യോഗ്യരായ 4-5 ലീഡർഷിപ്പ് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു മേൽനോട്ടം നമ്മൾ ഗ്രൂപ്പിലെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എനിക്ക് കാണുന്നത്. അപ്പം വളരെ ആക്റ്റീവ് അല്ലാത്തവർ സംസാരിക്കുമ്പോൾ പേരും എവിടുന്നാ വന്നതെന്നും കൂടെ പറയാം. മറ്റുള്ളവർക്ക് ഹരീഷിനെ ഞാൻ പറഞ്ഞു നമ്മുടെ കവിയാണ്.